നമുക്കിന്ന് പഴമയുടെ തനിമ നഷ്ടപ്പെടാത്ത ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? അതും ഈസിയായി മിക്സിയിൽ പൊടിച്ചെടുക്കാം. നാടൻ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 2 വലിയ തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി 2 പിടി ഏതാണ്ട് 20-30 എണ്ണം, ഇഞ്ചി 2 വലിയ കഷ്ണം, വെളുത്തുള്ളി 5-6 എണ്ണം, ഉലുവ 1/4 ടീസ്പൂൺ, പിരിയമുളക് 8 മുതൽ 14 വരെ ഏകദേശം 40 ഗ്രാം, പിരിയമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ. ഇനി മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ഏകദേശം 50 ഗ്രാം, കുരുമുളക് 1 പിടി, കറിവേപ്പില 1 പിടി ഏകദേശം 15-20 ഇതൾ, ഉപ്പ് ആവശ്യത്തിന്, വാളംപുളി 1 ചെറുനാരങ്ങ വലിപ്പത്തിൽ. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. ചിരകിയ തേങ്ങ ഒരു ഫ്രൈയിങ് പാനിലിട്ട് വറുത്തെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നോൺ സ്റ്റിക്ക് പാനാണ് സൗകര്യം. തേങ്ങയുടെ കൂടെ കറിവേപ്പില ചേർക്കാം. ധാരാളം കറിവേപ്പില ചേർക്കുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഈ ചമ്മന്തിപ്പൊടിക്ക് വേപ്പില കട്ടി എന്നും പറയാറുണ്ട്. ചുവന്ന മുളകും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയമുളകാണ് ചേർത്തിരിക്കുന്നത്. ചുവന്നുള്ളി അരിഞ്ഞതും ചേർക്കാം. ചുവന്നുള്ളി ഇല്ലാതെ എന്ത് ചമ്മന്തിപ്പൊടിയല്ലേ? ചമ്മന്തിപ്പൊടിയുടെ തനതായ രുചിക്കും മണത്തിനുമൊക്കെ ചുവന്നുള്ളി വേണം. അല്പം ഉലുവ കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിളക്കാം. മല്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കാം. മല്ലിപ്പൊടിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വറുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. തേങ്ങ ബ്രൗൺ നിറം ആകുന്നതുവരെ വറുത്തെടുക്കാം. മല്ലിപ്പൊടിയും അല്പം പിരിയമുളക് പൊടിയും ചേർത്തിളക്കാം. മുളക് പൊടി തേങ്ങ വറുത്ത് കഴിയാറാവുമ്പോൾ ചേർത്താൽ മതിയാവും. കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും വാളംപുളിയും ചേർത്ത് യോജിപ്പിക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. വറുത്തു വെച്ചിരിക്കുന്ന ചമ്മന്തിക്കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അധിക സമയം മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് പൊടിച്ചെടുത്താൽ മതി.
പൊടിക്കുമ്പോൾ ഉപ്പും പുളിയും നോക്കി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നനവില്ലാത്ത ചില്ലി ഉപ്പിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുമല്ലോ. താങ്ക് യു.